ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ, ലൈഫ് ഹാസ് ടു ഗോ ഓൺ, ഓൾവേസ് പോസിറ്റീവായി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്, പാലക്കാട് ബൈ ഇലക്ഷൻ. അങ്ങനെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുകയാണ്. നവംബർ 20 ബുധനാഴ്ചയായിരുന്നു തെരഞ്ഞെടുപ്പ്. ഫലങ്ങൾ നവംബർ 23, വോട്ടെണ്ണൽ നവംബർ 23 ശനിയാഴ്ച വോട്ടെണ്ണൽ നടക്കും. റിസൾട്ട് നവംബർ 23 പ്രഖ്യാപിക്കും. ഒരു ഹൈ വോൾട്ടേജ് ത്രികോണ മത്സരമായിരുന്നു അവിടെ നടന്നത്. കാരണം സംസ്ഥാനം ഉറ്റുനോക്കിയ ഒരു പോരാട്ടമായിരുന്നു. ശക്തമായ മൂന്ന് മുന്നണികൾ തമ്മിലുള്ള ഒരു ശക്തമായ പോരാട്ടമാണ് പാലക്കാട് നടന്നതെന്ന് പറയാം. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ, LDF സ്ഥാനാർത്ഥി പി സരിന്, BJP സ്ഥാനാർത്ഥി C രാധാകൃഷ്ണൻ എന്നിവർ തമ്മിലായിരുന്നു അത്യുജ്വലമായ പോരാട്ടം എന്ന് പറയാം. ഇവിടുത്തെ പോളിംഗ് നോക്കുമ്പോൾ 70.51% രേഖപ്പെടുത്തി പാലക്കാട്ടെ പോളിംഗ്. ആകെയുള്ള 1,94,706 വോട്ടർമാരിൽ 74% പേര് 70% പേര് വോട്ട് രേഖപ്പെടുത്തി. 70.51 ഇവിടുത്തെ പോളിംഗ് എന്ന് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ പോളിംഗ് വളരെ കുറവാണെന്ന് പറയാം. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പിൽ 75% പോളിംഗ്. അതേ 2016 തെരഞ്ഞെടുപ്പിൽ 77% പോളിംഗ്. അപ്പോൾ ആ കഴിഞ്ഞ ഒരു 10 വർഷത്തെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഒരു ഇതെന്ന് പറയുന്നത് വളരെ കുറവാണെന്ന് പറയാം. 10 അല്ല 8 വർഷം, കഴിഞ്ഞൊരു 8 വർഷത്തെ നോക്കുമ്പോൾ പോളിംഗ് കുറവാണ്. അത് മുന്നണികളെ ഒന്ന് ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ടെന്ന് പറയാം. കാരണം പോളിംഗ് കുറഞ്ഞത് ഇപ്രാവശ്യം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളും, വയനാടായിക്കോട്ടെ ചേലക്കടയായിക്കോട്ടെ, എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പോളിംഗ് കുറവായിരുന്നു എന്നതും മുന്നണികളെ ആശങ്കയിലാഴ്ത്തുന്നു. 70.51% ഈ പ്രാവശ്യത്തെ പോളിംഗ് എന്ന് പറയുന്നത്. പാലക്കാട് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനം ഉറ്റുനോക്കിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു പാലക്കാട് തെരഞ്ഞെടുപ്പ്. കാരണം അത്രയേറെ നാടകീയ സംഭവങ്ങളായിരുന്നു ഇവിടെ നടന്നത്. പാലക്കാട് ഇലക്ഷന് മുമ്പുള്ള സമയങ്ങൾ, തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെയൊക്കെ സമയങ്ങളിൽ വളരെ നാടകീയമായ സംഭവങ്ങളായിരുന്നു ഇവിടെ നടന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായൊരു ഹൈ വോൾട്ടേജ് ത്രികോണ പോരാട്ടം എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. പാലക്കാടിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം നോക്കുമ്പോൾ, ഈ നിയമസഭാ മണ്ഡലത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ, പാലക്കാട് ഷാഫി പറമ്പിൽ വടകരയിൽ നിന്ന് എലക്ട് ചെയ്തതിനെ തുടർന്നാണ്, വടകരയിൽ കഴിഞ്ഞ ഏപ്രിലിൽ തെരഞ്ഞെടുക്കുന്നതിനെ തുടർന്നാണ് ഈ മണ്ഡലം ഒഴിഞ്ഞത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നത്. അപ്പോൾ കഴിഞ്ഞ 3 ഇലക്ഷനുകളിലായിട്ട് ഷാഫി പറമ്പിലായിരുന്നു ഇവിടെ. 2011 മുതൽ ഷാഫി പറമ്പിലാണ് ഇവിടെ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണെന്ന് പറയാം. 2006 ഇവിടെ CPM അവസാനമായിട്ട് ജയിച്ചത്. അടുത്തടുത്ത് 52 ഈ നിയമസഭാ മണ്ഡലത്തിൽ ആദ്യത്തെ ഇലക്ഷൻ നടന്നതും. അന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു ജയിച്ചത്. അതിനുശേഷം ഇവിടെ ഏറ്റവും കൂടുതൽ തവണ ജയിച്ചിരിക്കുന്നത് കോൺഗ്രസ്സാണ്. 7 തവണയാണ് കോൺഗ്രസ് ഇവിടെ വിജയിച്ചത്. 5 തവണ CPIയും 5 തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഇവിടെ വിജയിച്ചു. BJPക്ക് ഇതുവരെ അക്കൗണ്ട് തുറക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ BJP അക്കൗണ്ട് തുറക്കുമ്പോൾ ആത്മവിശ്വാസത്തിലാണ് അവർ. LDF സീറ്റ് തിരിച്ചു പിടിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF. സീറ്റ് നിലനിർത്തുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. അതിനിടെ വെണ്ണക്കര ബൂത്തിൽ രാഹുൽ മാങ്കണ്ടത്തിനെ പ്രവേശിപ്പിക്കാതെ തടഞ്ഞതിനെ തുടർന്ന് BJPയും UDFും തമ്മിൽ വാക്കേറ്റമുണ്ടായതൊക്കെ ഇന്നലെ ഒറ്റപ്പെട്ട സംഭവമായിട്ട് അവിടെ നിന്ന് റിപ്പോർട്ടുകൾ വരികയുണ്ടായി. ഏതായാലും നവംബർ 23 ഫലപ്രഖ്യാപനം. എല്ലാ കണ്ണുകളും പാലക്കാടിലേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.